ശരി, സനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടുന്ന വാർത്ത, ബിൽക്കിസ് ബാനു കേസിൽ പ്രതികളെ വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. രാകേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാകേഷ്, കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്ന് തന്നെ പറയാം ഈ സമയത്ത് ഇങ്ങനെ ഒരു വിധി വരുന്നത്. എന്തൊക്കെയാണ് കോടതി വിധിയിൽ പറയുന്നത്? ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങൾ. രേണുക, ഗുജറാത്ത് സർക്കാരിനൊപ്പം തന്നെ വിട്ടയക്കപ്പെട്ട പ്രതികൾക്കും ഒരുപോലെ തിരിച്ചടി നൽകുന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്ന വിധി. 2002 ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ട് കേസിലാണ് ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി നിർണായക വിധി വന്നിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 11 പ്രതികളെ വിട്ടയച്ച നടപടിയാണ് ഇപ്പോൾ ഏതായാലും സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അതായത് 2022 ഓഗസ്റ്റ് 15-നാണ് ഈ 11 പ്രതികളെയും വിട്ടയച്ച നടപടി ഗുജറാത്ത് സർക്കാർ കൈക്കൊണ്ടത്. അതായത് പ്രതികൾ 14 വർഷം ജയിലിൽ കഴിഞ്ഞു എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ഗുജറാത്ത് സർക്കാരിന്റെ നടപടി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി, ഒപ്പം തന്നെ TMC നേതാവ് മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് ഹർജി നൽകിയിരുന്നത്. ഒപ്പം ബിൽക്കിസ് ബാനുവും പിന്നീട് കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ ആണ് ഇപ്പോൾ ഏതായാലും നിർണായകമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരമൊരു വിട്ടയക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം ഗുജറാത്ത് സർക്കാരിന് ഇല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വിചാരണ അടക്കമുള്ള നടപടികൾ നടന്നത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാരിന് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരമില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ നടപടി റദ്ദാക്കുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവികമായും ജയിലിൽ പോകേണ്ട സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. നേരത്തെ തന്നെ ഗുജറാത്ത് സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ഇവരെ വിട്ടയച്ച നടപടിയെ അനുകൂലിക്കുന്ന നിലപാട് കോടതിയിൽ ഈ വാദത്തിനിടെ സ്വീകരിച്ചിരുന്നു. അതായത് അവർക്ക് സ്വയം നവീകരിക്കാൻ അവസരം നൽകണം, മാത്രവുമല്ല 14 വർഷം ജയിലിൽ കിടന്നു തുടങ്ങിയ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ കോടതി നടപടികളൊക്കെ തന്നെ ചോദ്യം ചെയ്താണ്. ഏതായാലും ഇപ്പോൾ ഉത്തരവ് വിധി വന്നിരിക്കുന്നു. ഗുജറാത്ത് സർക്കാരിന്റെ നടപടി കോടതി റദ്ദാക്കിയിരിക്കുന്നു. തീർച്ചയായും രാകേഷ്, ഇതിൽ ബിൽക്കിസ് ബാനു കോടതിയിൽ പറഞ്ഞത് ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്, തന്നെ ബലാത്സംഗം ചെയ്തവരെ വിട്ടയച്ചതിലൂടെ സർക്കാർ ഇല്ലാതാക്കുന്നത് ആ അവകാശമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ, വിട്ടയച്ച നടപടി റദ്ദാക്കുമ്പോൾ അതിന് കാരണമായി എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? രേണുക, 2002-ലാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. അതായത് ഗോദ്ര സംഭവത്തിന് ശേഷം മാർച്ച് 2-ാം തീയതി 2022 മാർച്ച് 2-നാണ് ഇത്തരത്തിൽ ബിൽക്കിസ് ബാനു, അന്ന് 21 വയസ്സാണ് പ്രായം, ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനാക്കുന്നത്. ഒപ്പം തന്നെ 3 വയസ്സുള്ള കുഞ്ഞ് ഉൾപ്പെടെ ബിൽക്കിസ് ബാനുവിന്റെ കുടുംബത്തിലെ 7 പേർ കലാപത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നു. പക്ഷേ 14 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് 2008-ലാണ് ഇവരെ ശിക്ഷ വിധിക്കുന്നത്. 2022 അവരെ പിന്നീട് വിട്ടയക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു. അന്ന് ഗുജറാത്ത് സർക്കാർ കോടതിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ഈ നടപടികളെയൊക്കെ തന്നെ അന്ന് കോടതി ചോദ്യം ചെയ്തതാണ്. എങ്ങനെയാണ് ഈ 14 വർഷം കഴിയുമ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആളുകളെ 14 വർഷം കഴിയുമ്പോൾ വിട്ടയക്കുക? മാത്രമല്ല സമാനമായി 14 വർഷം തടവിൽ കഴിഞ്ഞ മറ്റു ആളുകൾക്ക് ഇത് ബാധകമാണോ? അപ്പോൾ എങ്ങനെയാണ് പ്രത്യേക താല്പര്യം ഈ കേസുകളിൽ വരുന്നടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും കോടതി ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഗുജറാത്ത് സർക്കാരിന്റെ നടപടി അടക്കം വിമർശിച്ചുകൊണ്ടൊരു ഉത്തരവാണ് ഇപ്പോൾ BB നാഗരത്ന ഉൾപ്പെടുന്ന 2-അംഗ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അറിയാം, ഈ വിഷയത്തിൽ ഈ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം VHPയുടെ നേതൃത്വത്തിൽ ഈ പ്രതികൾക്ക് സ്വീകരണം ഒരുക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏതായാലും കോടതിയിൽ ഈ വാദങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. ബിൽക്കിസ് ബാനുവിന് പുറമെ മാധ്യമപ്രവർത്തകർ രേവതിയിലോടൊപ്പം തന്നെ സുഭാഷിണി അലി, മഹുവ മൊയ്ത്ര തുടങ്ങിയവരാണ് ഈ ഹർജി കോടതിയെ സമീപിച്ചിരുന്നത്. ആ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും കോടതിയുടെ ഭാഗത്ത് ഉത്തരവ് വന്നിരിക്കുന്നത്. രേണുക, തീർച്ചയായും രാകേഷ്, സ്ത്രീ സുരക്ഷ ഒരു വിഷയമായി ഉയർത്തിക്കാട്ടി BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പോലും സ്ത്രീ സുരക്ഷ എന്നൊരു വിഷയങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, സ്ത്രീകൾ പ്രധാന വോട്ട് ബാങ്ക് ആകുന്നു, അവരെ ലക്ഷ്യമിട്ട് ഉള്ള പ്രചരണം 2024 തെരഞ്ഞെടുപ്പിൽ BJP നയിക്കും, അതിന് പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കും എന്ന തോന്നൽ ഉള്ള ഒരു ഘട്ടത്തിലാണ് ബിൽക്കിസ് ബാനു കേസിൽ വിധി വരുന്നത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്ത്, കേന്ദ്ര സർക്കാരിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ഇടപെടലുകൾ, ഇതൊക്കെ ഒരു വിഷയമാണല്ലോ. അത് ഏത് നിലയിൽ ബാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് വിധി എതിരാവുമ്പോൾ?
സ്വാഭാവികമായും ഈ വിധി എതിരാവുമ്പോൾ ഗുജറാത്ത് സർക്കാരിന്റെ നടപടികൾ, അതായത് ഈ പ്രതികളെ അല്ലെങ്കിൽ ഇവരെ 11 പേരെ വിട്ടയച്ച ഈ നടപടി അത് സ്വാഭാവികമായും റദ്ദാക്കപ്പെടും. കാരണം കോടതിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർക്ക് ആ 11 പേരെ മോചിപ്പിച്ച അല്ലെങ്കിൽ വിട്ടയച്ച നടപടി തിരുത്തേണ്ടി വരും. സ്വാഭാവികമായും ഈ 11 പേർക്ക് ജയിലിൽ മടങ്ങേണ്ടി വരും. ഏതായാലും ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ, അതായത് തൃശൂർ അടക്കമുള്ള റാലികൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഇപ്പോൾ ഇത്തരമൊരു നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുമ്പോൾ പോലും ഈ വിഷയത്തിൽ ഗുജറാത്ത് സർക്കാർ സ്വീകരിച്ച നിലപാട് അത് പ്രതികൾക്ക് അനുകൂലമായുള്ള നിലപാടാണ്. അതായത് ഇത്തരമൊരു വലിയ കുറ്റകൃത്യം നടത്തിയ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷെ 14 വർഷം കഴിഞ്ഞപ്പോൾ അവരെ മോചിപ്പിക്കുന്ന നിലപാടിലേക്ക് ഗുജറാത്ത് സർക്കാർ നീങ്ങുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ഈ അപ്പീൽ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. അതിലൊന്നാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന വാദം ഈ വാദത്തിനിടെ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പുറമേയുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രതികൾക്ക് സ്വയം നവീകരിക്കാനുള്ള അവസരം നൽകണമെന്നൊരു വാദം കൂടി ഗുജറാത്ത് സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ ഒപ്പം തന്നെ സ്വീകരിച്ച നിലപാട് പ്രതികൾക്കൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ്. അത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി അതിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സർക്കാരിനും വലിയ തിരിച്ചടിയാണ്. കാരണം നിലവിൽ ഗുജറാത്ത് സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. കാലങ്ങളായി BJP ഭരിച്ചു വരുന്ന സംസ്ഥാനമാണ്. ഏതായാലും രാഷ്ട്രീയമായി തന്നെ വലിയ തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി എന്ത് ചലനങ്ങൾ ഗുജറാത്തിൽ ഇത് ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. രേണുക, ഈ പ്രതികൾ ശിക്ഷ 14 വർഷം അനുഭവിച്ച് ജയിൽ മോചിതരായി എത്തുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം അവിടെ ലഭിക്കുന്ന സാഹചര്യം രാകേഷ് സൂചിപ്പിച്ചതുപോലെ കണ്ടതാണ്, രാജ്യം കണ്ടതാണ്. ചില MLA-മാർ ഉൾപ്പെടെയുള്ളവർ അവരെ ന്യായീകരിച്ചു. BJP MLA-മാർ രംഗത്ത് വരുന്നതും ബ്രാഹ്മണരാണ് അവർ എന്നതുകൊണ്ട് തന്നെ അവർ നല്ല സംസ്കാരമുള്ളവരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നതും അതൊക്കെ വലിയ വിവാദമാകുന്നതും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റ ഒരു തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി വിധി എന്നുകൂടി കാണണ്ടേ. ബിൽക്കീസ് ബാനുവിന് ഇത് നീതി നൽകുന്ന വിധി എന്ന് നമുക്ക് പറയാമോ? തീർച്ചയായും ബിൽക്കീസ് ബാനുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോരാട്ടത്തിന്റെ വിജയം കൂടിയാണിത്. കാരണം വലിയ രീതിയിൽ, അതായത് രാജ്യമനസാക്ഷിയെ തന്നെ നെട്ടിച്ച സംഭവമായിരുന്നു ഈ ബിൽക്കീസ് ബാനു കേസ്. അതായത് അവരുടെ ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികം നീണ്ടുവന്ന പോരാട്ടത്തിന്റെ ഒരു വിജയമായി തന്നെ ഇതിനെ കണക്കാക്കാം. കാരണം 2002 ഈ വലിയ ക്രൂരകൃത്യം അരങ്ങേറുന്നത്. അതായത് ഗുജറാത്തിൽ ഗോദ്ര സംഭവത്തിന് ശേഷം ഏതാണ്ട് 5 ദിവസത്തിന് ശേഷമാണ് ബിൽക്കീസ് ബാനുവിന് നേരെ ഈ കൊടും ക്രൂരകൃത്യം ഉണ്ടാകുന്നത്, ബലാത്സംഗത്തിനിരയാകുന്നു. ഒപ്പം തന്നെ കുഞ്ഞടക്കം കുടുംബത്തിലെ 7 പേർ കൊല്ലപ്പെടുന്നു. പിന്നീട് നടത്തിയ പോരാട്ടം, ഈ പോരാട്ടത്തിന് ശേഷം പ്രതികൾ ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്ന് വീണ്ടുമാണ് ഈ 14 പേരെ വിട്ടയച്ചുകൊണ്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടാകുന്നത്. ഇതിൽ പ്രതികൾ ഒരാൾ നൽകിയ അപ്പീൽ അല്ലെങ്കിൽ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി തന്നെ ഗുജറാത്ത് സർക്കാരിന് അത്തരം ഒരു തീരുമാനമെടുക്കാൻ അനുമതി നൽകുകയും അവിടുന്ന് ഗുജറാത്ത് സർക്കാരാണ് ഇത്തരത്തിൽ ഈ 11 പേരെ വിട്ടയക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15, 2022 ഇത്തരമൊരു തീരുമാനം എടുക്കുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം പിന്നീട് ബിൽക്കീസ് ബാനു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നു. ഒപ്പം വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതായത് ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ ഒരു മുൻ പ്രൊഫസർ ഇതിനെതിരെ കോടതിയിൽ സമീപിച്ചിരുന്നു. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകയായ ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തിലടക്കം സന്ദർശിച്ചുകൊണ്ട് വലിയ ആർട്ടിക്കിളുകളൊക്കെ എഴുതുകയും പുസ്തകം വരെ രചിച്ചിട്ടുണ്ട് രേവതി ലോൾ ഈ വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജിയുമായി കോടതിയിൽ പോകുന്നു. ഒപ്പം CPM നേതാവായ സുഭാഷിണി അലി, തൃണമൂൽ കോൺഗ്രസ് നേതാവും ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട MP-മായ മഹുവ മൊയ്ത്ര ഇവരെല്ലാം തന്നെ കോടതിയിൽ പോവുകയും ചെയ്യുന്നു. അങ്ങനെ പൊതുസമൂഹത്തിനടക്കം വലിയ പിന്തുണ ഈ വിഷയത്തിൽ ബിൽക്കീസ് ബാനുവിന് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ബിൽക്കീസ് ബാനുവിന്റെ ഒരു പോരാട്ടത്തിന്റെ വിജയം കൂടിയായി ഇതിനെ കാണുകയും ചെയ്യാം. കാരണം സ്വാഭാവികമായും സർക്കാരിന് വലിയ വിമർശനം ഉണ്ടാകുന്നു, സർക്കാരിന് തിരിച്ചടിയേൽക്കുന്നു. ഒപ്പം തന്നെ ഈ നടപടി കോടതി റദ്ദാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഈ പ്രതികളാകെ 14 വർഷം മാത്രമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് റദ്ദാക്കപ്പെടുകയും തീരുമാനം റദ്ദാക്കപ്പെടുകയും സ്വാഭാവികമായും പ്രതികൾക്ക്